നെന്മാറ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിപ്പോൾ പോലീസ് മുന്നോട്ട് പോയിരിക്കുകയാണ്. വാഹനവുമായി പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നു. ചെന്താമരയുമായി പോലീസ് വാഹനം മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളം കാത്തിരുന്ന, പ്രത്യേകിച്ചും നെന്മാറയിലെ ജനങ്ങൾ ഏറെ ആശങ്കയോടെ കാത്തിരുന്ന പ്രതിയെ ചെന്താമരയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇന്ന് രാത്രി ഏറെയും വൈകി കുട്ടികൾ കണ്ടു, നാട്ടുകാർ കണ്ടു എന്ന അഭ്യൂഹങ്ങൾ പരന്നു. പോലീസ് വളരെ വ്യാപകമായ തിരച്ചിൽ നടത്തി. അങ്ങനെ പോത്തുണ്ടിയിൽ നിന്ന് ചെന്താമര എന്ന ആ കൊലപാതകിയെ, 3 മനുഷ്യജീവനുകളെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ ചെന്താമരയെ പിടികൂടിയിരിക്കുകയാണ്. കേരള പോലീസിന് ഒരുപക്ഷെ വലിയ മാനക്കേടുണ്ടാക്കുന്ന നിലയിൽ അവരുടെ വീഴ്ചയെ നിശിതമായി വിമർശനത്തിന് വിധേയമാക്കുന്ന സാഹചര്യത്തിലാണ് കേരള പോലീസിലെ വ്യാപകമായ തിരച്ചിൽ. നാട്ടുകാരുടെയും ഒക്കെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ തിരച്ചിൽ നടന്നത്. ചെന്താമരയെ പിടികൂടണം, ഇന്ന് രാത്രി തന്നെ അയാളെ പിടികൂടണം, ഞങ്ങളുടെ മുന്നിൽ കിട്ടിയാൽ ഞങ്ങൾ അയാളെ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് അത്ര രോഷത്തോടുകൂടി നാട്ടുകാർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നെന്മാറ സ്റ്റേഷൻ കഴിഞ്ഞും സംഘം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ, എങ്ങോട്ടേക്കാണ് ഇയാളെ കൊണ്ടുപോകുന്നത്? നാട്ടുകാർ അത്രത്തോളം വളരെ അവരുടെ വൈകാരികമായി പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം അത്രയേറെ ഭയത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെയാണ് ആളുകൾ ഇയാളെ കാണുന്നത്. പോലീസ് ഇയാളെ പിടിക്കാൻ മണിക്കൂറുകൾ വൈകിയപ്പോൾ തന്നെ ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? കൃത്യമായി എവിടെ നിന്നുമാണ് ഇയാൾ പോലീസിന്റെ വലയിൽ വീണത്? അതോ നാട്ടുകാർ തന്നെ പിടികൂടി ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായോ? എന്താണ് സംഭവിച്ചത്? ശേഷം പോലീസ് സംഘം ഇയാളുമായി ഇങ്ങോട്ട് നെന്മാറ സ്റ്റേഷനിലേക്ക്, ഈ ഭാഗത്തേക്ക് എത്തുകയാണ്. പക്ഷെ ഇവിടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഈ ഇതിനോടകം തന്നെ അടിച്ചുകൂടിയിട്ടുണ്ട്. ആ അടിച്ചുകൂടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇയാളെ ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള പ്രായോഗികമായ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരു വഴിയിലൂടെ ഇയാളെ കൊണ്ടുവരുന്നത്. ആ തരത്തിൽ തന്നെ